ഹായ്, ഇതൊരു വീക്കെൻഡ് വ്ളോഗാണേ. വീക്കെൻഡ് വ്ളോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു മോർണിംഗ് ടൈം അത്രേ ഉള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ പൂച്ചസാറുമാരെ കണി കണ്ടിട്ടാണ് എണീറ്റത്. പിന്നെ നമ്മുടെ മിന്നൂട്ടിയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേപ്പിച്ചു. എന്നിട്ട് ദേ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുകയാണ്. ഫുള്ളിപ്പോൾ കണ്ണിലോട്ട് കിടക്കുകയാണ് കേട്ടോ. മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്ത് വെട്ടി വിടേണ്ട സമയമായിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, പെൺകുട്ടിയെ വേണം എന്നുള്ളത്. അത് സ്വാഭാവികം, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ, ഒരുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്നെ കണ്ടവരെല്ലാം പറഞ്ഞത് ഇത് പെൺകുട്ടിയൊന്നുമല്ല, ഇത് ആൺകുട്ടി തന്നെയാണെന്നാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പായിരുന്നു. അതേപോലെ തന്നെ വന്നു. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ രാവിലെ സെറ്റാക്കി. പിന്നെ അവൾക്ക് ചായ കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ചായ ഇട്ടു. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കും കേട്ടോ. അത് അവൾക്ക് എന്തോ നിർബന്ധമാണ്. ചായ ചോദിച്ചു വാങ്ങിച്ച് കുടിക്കും. ചായ ഒത്തിരി കുടിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് കുറേ പ്രാവശ്യം നിർത്താൻ നോക്കിയതാണ്, പക്ഷെ കൊണ്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. ബാക്കിൽ പോയി നോക്കിയപ്പോൾ തിളപ്പൂച്ച വീണ്ടും 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടേക്കുന്നു. ഇപ്പം ഞങ്ങളുടെ വീട് ഒരു പൂച്ചാലയമായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. മൊത്തം പൂച്ചയാണ്. പിന്നെ മിന്നൂട്ടിക്ക് ദോശ ഇടാൻ പോവാണ്. ഒരു സ്പൂൺ മാവിൽ ഞാനൊരു മുട്ടയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അടിച്ചിട്ട് ഇങ്ങനെ ചുട്ടു കൊടുക്കും, നെയ്യൊക്കെ ഒഴിച്ചിട്ട്. അതാകുമ്പോൾ അവൾ നന്നായിട്ട് കഴിച്ചോളും. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.